ഇന്ത്യയിലെ ജനപ്രിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലിഗ്രാമിന് രാജ്യവ്യാപകമായി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വരാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയോട് അനുബന്ധിച്ച് രാജ്യത്തുണ്ടാകാൻ സാധ്യതയുള്ള ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുരക്ഷാ നടപടി. പരീക്ഷാ തട്ടിപ്പുകൾക്ക് വിരാമമിടാൻ ദേശീയ പരീക്ഷാ ഏജൻസി നൽകിയ നേരിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഈ അടിയന്തര നടപടി ഉണ്ടായത്. ഈ വരുന്ന ജൂൺ 21-ാം തീയതി ഞായറാഴ്ചയാണ് നീറ്റ് UG പുനഃപരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ നിർണായകമായ പരീക്ഷയ്ക്കായി അതുകൊണ്ട് തന്നെ പരീക്ഷ നടത്തിപ്പിൽ യാതൊരു വിധത്തിലുള്ള കോട്ടങ്ങളും സംഭവിക്കരുത് എന്ന കണിശമായ നിലപാടിലാണ് കേന്ദ്ര സുരക്ഷാ വിഭാഗവും NTA. ടെലഗ്രാം പോലുള്ള ലോകവ്യാപകമായി സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു ആപ്പ് ഇന്ത്യയിൽ താൽക്കാലികമായി നിരോധിക്കാൻ തയ്യാറായതിനു പിന്നിൽ ചില സാങ്കേതിക കാരണങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടെലിഗ്രാമിലെ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള പ്രത്യേകത. സാധാരണയായി അയക്കുന്ന സന്ദേശങ്ങളിലെ അക്ഷരത്തെറ്റുകൾ വരുമ്പോൾ തിരുത്താനാണ് ഈ എഡിറ്റിംഗ് ഫീച്ചർ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കാൻ തട്ടിപ്പുകാർ ഇതാണ് പ്രധാന ആയുധമാക്കുന്നത്. പരീക്ഷകൾ അവസാനിച്ച ഉടൻ തന്നെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ തങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലും ചാനലുകളിലും മുൻപ് അയച്ച ചില മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ ആരംഭിക്കും. അതായത് പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ ചില ചാനലുകളിൽ വെറുതെയുള്ള സാങ്കേതിക പദങ്ങളോ അക്കങ്ങളോ ഉൾപ്പെടുത്തി ചില മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യും. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് ശരിയായ ചോദ്യപേപ്പർ പുറത്തു വരുമ്പോൾ തങ്ങളുടെ പഴയ മെസ്സേജ് എഡിറ്റ് ചെയ്ത് ഈ ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ടെലഗ്രാമിൽ ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ എഡിറ്റഡ് എന്നൊരു ലേബൽ ഉണ്ടാകുമെങ്കിലും ആദ്യം കാണിച്ച സമയം ഒട്ടും മാറ്റമില്ലാതെ നിലനിൽക്കുകയും ചെയ്യും. കൃത്യമായി വിവരസാങ്കേതിക രംഗത്തെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ പറ്റിക്കൽ പെട്ടെന്ന് മനസ്സിലാകില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യം ചോർന്നു എന്ന വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. ഇത്തരം തട്ടിപ്പുകൾ കാരണം കുട്ടികളിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ടെലഗ്രാമിന് ഇപ്പോൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച സജീവമാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്ത് വരുന്നുണ്ട്. ടെലിഗ്രാമിനെ പഠനമാർഗമാക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളും എതിർപ്പുമായി രംഗത്ത് വന്നു. CBSE പോർട്ടലിന്റെ കരാർ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന +2 വിദ്യാർത്ഥി സാർത്ഥക് സിദ്ധാന്തവും CBSE പോർട്ടലിന്റെ സൈബർ സുരക്ഷ പുറത്തു കൊണ്ടുവന്ന മറ്റൊരു വിദ്യാർത്ഥിയായ നിസർഗ അധികാരിയും ഈ നീക്കത്തെ വിമർശിക്കുകയാണ്. വാട്സപ്പിലും ട്വിറ്ററിലുമെല്ലാം വ്യാജ വാർത്ത പ്രചരിക്കില്ലേ എന്നും ടെലിഗ്രാമിനെ പൂർണ്ണമായി വിലക്കേണ്ട കാര്യം എന്താണെന്നും സാർത്ഥക് ചോദിക്കുന്നു. ചോദ്യചോർച്ച തടയാനാകാത്തവർ ടെലിഗ്രാമിനെ വിലക്കുന്നു എന്നാണ് നിസർഗ പറയുന്നത്. ചോദ്യക്കടലാസ് ചോർത്തുന്ന മാഫിയകളെ സംരക്ഷിച്ചുകൊണ്ട് ചെറുമീനുകളെ പിടിക്കുകയാണ് മോദി സർക്കാരെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പരിഹസിച്ചു. ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്യേണ്ടത്. 10 വർഷത്തിൽ 90 ചോദ്യക്കടലാസുകൾ ചോർന്നു. എത്രനാൾ സർക്കാർ സ്വന്തം പരാജയങ്ങൾ മറച്ചു വെക്കുമെന്നും ഖാർഗെ ചോദിക്കും. ടെലഗ്രാം നിരോധനം പരീക്ഷാ തട്ടിപ്പിലെ അനുചിതമായ പരിഹാരമെന്ന് ഇന്റർനെറ്റ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷനും കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോരുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് അധികാരികൾ ആദ്യം ശ്രമിക്കേണ്ടത്. ടെലിഗ്രാമിലൂടെ അനാവശ്യമായി ഭീതി പരത്താൻ കഴിയും എന്നത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ പലതവണയായി ചോർന്നതുകൊണ്ട് തന്നെയാണ് ഈ വ്യാജ വാർത്തകൾ പലരും വിശ്വസിക്കുന്നത്. ആദ്യം തടയിടേണ്ടത് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് വേണം ടെലഗ്രാമും വാട്സപ്പും ഒക്കെ നിരോധിക്കാൻ.